ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന 4ാം ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിലും ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 2 അക്കം കാണാതെ പുറത്തായിരിക്കുകയാണ്. ആദ്യ ഇന്നിംഗ്സിൽ 3-നും 2ാം ഇന്നിംഗ്സിൽ 9 റൺസിനും രോഹിത് പുറത്തായിരുന്നു. പാറ്റ് കമ്മിൻസിന്റെ പന്തിൽ സെക്കൻഡ് സ്ലിപ്പിൽ മിച്ചൽ മാർഷിന് ക്യാച്ച് നൽകിയായിരുന്നു പുറത്തായത്. രോഹിത് ശർമ്മയെ പുറത്താക്കിയതോടെ പാറ്റ് കമ്മിൻസും റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചു. 2 ക്യാപ്റ്റന്മാർ തമ്മിലുള്ള പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ തവണ എതിർ ക്യാപ്റ്റന് മുന്നിൽ വിക്കറ്റ് നഷ്ടപ്പെടുന്ന ക്യാപ്റ്റൻ എന്ന നാണക്കേട് രോഹിത് ശർമ്മ നേരിടുകയാണ് ഇതോടെ. പാറ്റ് കമ്മിൻസും രോഹിത് ശർമ്മയും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലിൽ ഇത് 6ാം തവണയാണ് ഇന്ത്യൻ ക്യാപ്റ്റനെ ഓസീസ് ക്യാപ്റ്റൻ പുറത്താക്കുന്നത്. എതിർ ടീം ക്യാപ്റ്റനെ ഏറ്റവും കൂടുതൽ പുറത്താക്കിയ ക്യാപ്റ്റൻ എന്ന ലോക റെക്കോർഡിലും പാറ്റ് കമ്മിൻസ് ഇതോടെ എത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയുടെ റിച്ചി ബെനൌതും ഇംഗ്ലണ്ടിന്റെ ടെഡ് ഡെക്സ്റ്ററും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിൽ ഡെക്സ്റ്ററിനെ 5 തവണ റിച്ചി ബെനൌത് പുറത്താക്കിയിരുന്നു. ഇതായിരുന്നു ഒരു ഓസ്ട്രേലിയൻ താരത്തിന്റെ റെക്കോർഡ്. പാകിസ്ഥാന്റെ ഇമ്രാൻ ഖാനും ഇന്ത്യയുടെ സുനിൽ ഗവാസ്കറും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിൽ ഗവാസ്കറിനെ ഇമ്രാൻ ഖാൻ 5 തവണ പുറത്താക്കിയിട്ടുണ്ട്. ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ എതിർ ടീം ക്യാപ്റ്റന് മുന്നിൽ ഏറ്റവും കൂടുതൽ തവണ പുറത്തായതിൽ സുനിൽ ഗവാസ്കറിന്റെ ഈ റെക്കോർഡാണ് രോഹിത് ശർമ്മ തിരുത്തിയത്. 37-കാരനായ രോഹിത് ശർമ്മ ഇത്തവണത്തെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇതുവരെ 1 തവണ മാത്രമാണ് 2 അക്കം കണ്ടത്. ബ്രിസ്ബനിൽ നടന്ന 3ാം ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ 10 റൺസ് നേടിയതാണ് 2024-25 ഓസ്ട്രേലിയൻ പര്യടനത്തിൽ രോഹിത് ശർമ്മയുടെ ഏറ്റവും ഉയർന്ന സ്കോർ. അഡ്ലേഡിൽ നടന്ന 2ാം ടെസ്റ്റ് മുതലാണ് രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിൽ ചേർന്നത്. പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യ 195 റൺസിന്റെ മിന്നും ജയം സ്വന്തമാക്കിയിരുന്നു. രോഹിത് ശർമ്മ എത്തിയതോടെ അഡ്ലേഡിലെ പിങ്ക് ബോൾ ടെസ്റ്റിൽ 10 വിക്കറ്റ് തോൽവിയും ബ്രിസ്ബനിൽ മഴയെ തുടർന്ന് സമനിലയുമായിരുന്നു ഫലം. ഇതോടെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ ടീമിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നേക്കും എന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ബാറ്ററാണ് രോഹിത് ശർമ്മ. പിങ്ക് ബോൾ ടെസ്റ്റിൽ 3-6 എന്നതായിരുന്നു രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സ്. ബ്രിസ്ബനിൽ 10ഉം മെൽബണിൽ 3-9 എന്നതുമാണ് രോഹിത് ശർമ്മയുടെ ഇത്തവണത്തെ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ സ്കോറുകൾ. ന്യൂസിലൻഡിനെതിരായ 3 മത്സര ടെസ്റ്റ് പരമ്പരയിൽ ബംഗളൂരുവിൽ നടന്ന 2ാം ടെസ്റ്റിൽ അർദ്ധ സെഞ്ചുറി നേടിയതാണ് സമീപനാളിൽ രോഹിത് ശർമ്മയുടെ ഏറ്റവും മികച്ച പ്രകടനം. ഇന്ത്യക്ക് വേണ്ടി 66 ടെസ്റ്റ് കളിച്ചിട്ടുണ്ട് രോഹിത് ശർമ്മ. 12 സെഞ്ചുറിയും 18 അർദ്ധ സെഞ്ചുറിയും രോഹിത് ശർമ്മ സ്വന്തമാക്കി. 4289 റൺസും പേരിലുണ്ട്. ICC 2024 T20 ലോകകപ്പ് നേട്ടത്തോടെ രോഹിത് ശർമ്മ രാജ്യാന്തര T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരുന്നു.